ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ നാമത്തിന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ യൂത്ത് സർവീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ലൈവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ സ്നേഹപൂർവ്വം തുടർന്ന് പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ ബ്രദർ ജസ്റ്റിനെ കുറിച്ച് സ്തോത്രം മഹാപരിശുദ്ധനായ ദൈവമേ, പിതാവേ, നല്ല പ്രഭാത സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. യൂത്ത് മീറ്റിംഗിനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യൂത്ത് മീറ്റിംഗിനെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല പാട്ടുകൾ പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനുള്ള കൃപ തെരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ എല്ലാ കുട്ടികളെയും കർത്താവെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മെസ്സേജ് പറയുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മെസ്സേജ് പറയാൻ ദൈവം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. തുടർന്ന് ആരാധനയെ കർത്താവ് അനുഗ്രഹിക്കണം. സകലവും തൂങ്ങി വിദേശ നാമത്തിൽ
നീ അനുമതിയോടുകൂടെ ഭക്ഷണത്തിരിക്കുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന ഈ ഭോജനം പ്രിയനാകുന്നെങ്കിൽ നിന്റെ തമ്മയ്ക്ക് ഒരു കത്ത് വെച്ചിരിക്കുക. അവന്റെ സ്വാഭോജനം കുതിക്കരുത്, അവ പതിനീക ഭോജനമല്ലോ. ദയവാനാകിന്നതിന് പണിപ്പെടരുത്, അതിനുള്ള ബുദ്ധിമുട്ടുകളാണ്. ദൃഷ്ടി നന്ദിനെ പതിക്കുന്നതിന് അതില്ലാതായി പോകുമല്ലോ. പോലെ ചെറുപെട്ട് പറഞ്ഞുകളെ കണ്ണുകളികളെ അപ്പം ചെയ്യുന്നത് അവന്റെ സ്വാഭോജനങ്ങളെ ആഗ്രഹിക്കുകയും വരുത്. അവൻ തന്റെ മനസ്സിൽ കണ്ടു കൊടുക്കുന്നത് പോലെയാകുന്നു. തിരി പിടിച്ചു കൊള്ളുക എന്ന് അവൻ പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല, ഇതിന് കഷ്ണം ഛർദ്ദിച്ചു പോകും. നിന്റെ മധുരവാക്ക് നഷ്ടമായ നേരം പോഷകേൽക്കേണ്ടി സംസാരിക്കരുത്. അവന്റെ വാക്കുകളിൽ ഞാൻ രസിച്ചു കളയും. പണ്ടേ ഉള്ളത് കേൾക്കരുത്, അനാഥന്മാരുടെ എല്ലാം ആക്രമിക്കുകയും വരുത്. അവരുടെ പ്രതിയായ ഭഗവാനല്ലോ അവർക്ക് നിന്നോടുള്ള വ്യവഹാരമാണ് നടത്തും. നിന്റെ ഹൃദയ പ്രബോധനത്തിനും നിന്റെ ശരി പരിജ്ഞാനങ്ങൾക്കും സമർപ്പിക്കും. പാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വഴിമ കഴിച്ചാൽ ചത്തുപോകുകയില്ല. വഴിമ പറഞ്ഞടിക്കുന്നതിന് ഇയാളുടെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. അവരുടെ ഹൃദയം ജ്ഞാനത്തെ പഠിച്ചാൽ എന്റെ ഹൃദയം സന്തോഷിക്കും. നല്ലൊരു സംശയം സ്വാഗതം ചെയ്യുന്നു. വേദഭാഗം ഗലാത്യർ 5:1 ആർക്കിലെ വളർത്തുവായി ഗലാത്യർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിർത്തി അടിമോഹത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. സഹായിക്കുമാറേലും പ്രാർത്ഥിക്കുന്നതായി പറയുന്നു. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പി അടിമത്തത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇന്നത്തെ ഈ ലോകത്ത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളത് ചെയ്യുവാനും അല്ലെങ്കിൽ നമ്മൾക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടാത്ത പോലെ കാര്യങ്ങൾ പോലെ നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും അതിൽ തെറ്റുകളിലേക്ക് അല്ലെങ്കിൽ പാപങ്ങളിലേക്ക് വീഴാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. പാപത്തിന്റെ വഴിയാണോ എന്ന് അറിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യും? ആ തെറ്റിലേക്ക് തന്നെ നമ്മൾ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് പൗലോസ് ഗലാത്യർ പറയുന്നത്. യഥാർത്ഥ സ്വാതന്ത്ര്യം യേശുക്രിസ്തുവിൽ നിന്നാണ് ലഭിക്കുന്നതെന്ന്. ക്രിസ്തുവിൽ നിന്ന് ലഭിക്കുന്ന സ്വാതന്ത്ര്യം നാം നഷ്ടപ്പെടുത്താതെ കുറച്ചു നിൽക്കണം. കാരണം അത് അനുഭവിക്കാനുള്ള ദൈവമക്കള് അനുസരണയിലും അല്ലെങ്കിൽ വിശുദ്ധിയിലുള്ള ജീവിതത്തിലും മാത്രമാണ് ക്രിസ്തുവിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നാം അനുഭവിക്കുന്നത്. പിശാച് നമ്മളെ പല രീതിയിലും താഴേക്ക് അല്ലെങ്കിൽ പിമ്പോട്ട് വലിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ ആത്മാവ് നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. പിശാച് ഏതൊക്കെ രീതിയിൽ നമ്മളെ താഴോട്ട് വലിക്കാൻ നോക്കിയാലും ആത്മാവിന്റെ ഒരു വലിയ കാര്യം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. അത് അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? അനുസരണയിലും വിശുദ്ധിയിലുള്ള ജീവിതത്തിൽ മാത്രമേ ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ ഒരു സ്വാതന്ത്ര്യമാണ് നമ്മൾ ഈ ലോകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം നമ്മൾ മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ പാപങ്ങളിലേക്കുള്ള വഴികളിൽ നിന്ന് ദൈവം നമ്മളെ എന്ത് ചെയ്യും? കരകയറ്റുക തന്നെ ചെയ്യും. പിശാച് പല രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് സാധിക്കില്ല അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പ്രാർത്ഥനയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം ഏത് സാഹചര്യങ്ങളിൽ നിന്നാണെങ്കിലും ഏത് കഷ്ടപ്പാടുകളിൽ നിന്നാണെങ്കിലും ഏത് പ്രതിസന്ധികളിൽ നിന്നാണെങ്കിലും ഉയർത്തുക തന്നെ ചെയ്യും. ആ ഒരു പ്രാർത്ഥനയോടെ ജീവിക്കാൻ അല്ലെങ്കിൽ ദൈവം മുമ്പാകെ കണ്ണീരൊഴുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായി മാറണം. വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നവരായിരിക്കാനല്ല, ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ദൈവം എന്താണ് നമ്മളോട് അറിവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും കേൾക്കുവാനായിട്ട് ഇടയാകണം. ആ ശബ്ദം കേൾക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന് മുമ്പാകെ തീക്ഷ്ണതയുള്ളവരും ദൈവത്തിന് മുമ്പാകെ നിഷ്കളങ്കരായിരിക്കുവാനും ദൈവത്തിന് മുമ്പാകെ നമ്മൾ പ്രാർത്ഥനയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കഷ്ടവും ദുഃഖവും പല രീതിയിൽ കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ
അല്ലെങ്കിൽ മറ്റുള്ളവരെ മാറ്റി നിർത്തിയെന്ന് വരും, നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു വരും. എങ്കിലും ആ സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിന് നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് ഫലമായി വേണം നമ്മൾ ജീവിക്കുവാനായിട്ട് ഇടയാകുന്നത്. ഇതിന്റെ മുൻപോട്ടുള്ള വാക്യങ്ങളിൽ 5-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാശങ്ക, ക്രോധം, ശാഠ്യം, ദ്വിത്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായ എന്നിവ വെളിവാക്കും. അപ്പൊ ജഡത്തിന്റെ പ്രവർത്തികളാണ് ഞാൻ ഈ വായിച്ച ഓരോ കാര്യങ്ങളും. നമ്മൾ ജഡത്തിലാണോ ആത്മാവിലാണോ ജീവിക്കുന്നതെന്ന് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കണം. ജഡത്തിന്റെ ഓരോ പ്രവൃത്തികളാണ് നമുക്ക് ഉണ്ടാവുന്ന കോപം, ക്രോധം, അല്ലെങ്കിൽ മറ്റുള്ളവരോടുണ്ടാവുന്ന അസൂയ, അല്ലെങ്കിൽ നമ്മൾ വേണ്ട അല്ലെങ്കിൽ നമുക്ക് തെറ്റാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ജഡത്തിന്റെ മോഹങ്ങൾ അകപ്പെട്ട് അതിനു വേണ്ടിയിട്ട് അതിന്റെ അല്ലെങ്കിൽ ആ ഒരു ജീവിതത്തിന് മുൻപാകെ അല്ലെങ്കിൽ പിൻപാകെ പോകാനായിട്ട് ഇടയാകുന്നത്. എന്നാൽ ആത്മാവിന്റെ ഫലമായിട്ടുള്ളതാണ് എന്തൊക്കെയാണ്? ആത്മാവിന്റെ ഫലമാണ് 22-ാമത്തെ ആയത്തിൽ തൊട്ട് പറയുന്നത്: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയിൽ വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ആത്മാവിന്റെ ഫലങ്ങളാണ് സ്നേഹം, മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സമാധാനവും ദീർഘക്ഷമയും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരെ എപ്പോഴും നമ്മളെപ്പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറയുന്ന പോലെ നമ്മൾ സ്നേഹിക്കുകയാണ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആ സ്നേഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ് പലരെയും നമ്മൾ ഉപദ്രവിക്കുവാനും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പലതും നമ്മൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നത്. യേശു പറയുന്നത് പോലെ തന്നെ ദൈവം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മുമ്പാകെ ആത്മാവിന്റെ ഫലമുള്ളവരായി തീരണം. ജഡത്തിന്റെ മോഹങ്ങൾ അകപ്പെടാതെ വേണം ആത്മാവിന്റെ ഫലത്തോടെ ജീവിക്കുവാനായിട്ട് നാം ഓരോരുത്തരും സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയാകണം. ആത്മാവിന്റെ ഫലമുള്ളവരായി ദുർനടപ്പൊന്നും ഉണ്ടാകാതെ വേണം. മറ്റുള്ളവരോട് കോപം, വിദ്വേഷം അല്ലെങ്കിൽ മറ്റുള്ളവരോട് അസൂയകളൊന്നും കാണിക്കാതെ വേണം. ദൈവം തന്നെ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ ഏറ്റവും നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമാകുന്ന വേണം നമ്മൾ ജീവിക്കാനായിട്ട് ഇടയാകണം. ദൈവത്തിന്റെ ക്രൂശിലെ സ്നേഹങ്ങളൊന്ന് ഓർത്തു നോക്കണം. നമുക്ക് ജീവിതത്തിൽ തന്നിരിക്കുന്ന ഓരോ നന്മകളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് അനുഭവിക്കുന്ന ഓരോ നന്മകളും ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി അതിന് പിൻപറ്റി ജീവിക്കാനായിട്ട് ഇടയായി തീരണം. ദൈവം ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് കഷ്ടങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ മുൻപോട്ട് ജീവിക്കാൻ കഴിയുന്നില്ല, നമുക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇനി എങ്ങനെയാണ് എന്റെ മുൻപോട്ടുള്ള വഴികളിൽ ഇനി എങ്ങനെ മുൻപോട്ട് ജീവിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം നമ്മളെ ഓരോരുത്തരെയും പിടിച്ചുയർത്തുക തന്നെ ചെയ്യും. ഏത് സാഹചര്യങ്ങളായിരുന്നാലും ജീവിതത്തിൽ നമുക്കെല്ലാം ദൈവം നമ്മളെ രക്ഷിച്ചില്ലേ, അതുപോലും അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ വന്ന നന്മകളൊക്കെ ഓർത്ത് ദൈവം മുമ്പാകെ പ്രത്യാശയോടെ ജീവിക്കുവാനായിട്ട് നമ്മൾ ഇടയാക്കണം. അതാണ് ഇവിടെ പറയുന്നത്: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ അടിമത്തത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ അനുസരണയോടും ദൈവവിശ്വാസത്തിലും ദൈവത്തിന്റെ കൃപയോടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു കുന്നോളം അല്ലെങ്കിൽ ഒരു മലയോളം പ്രശ്നങ്ങളൊക്കെ ഈ ജീവിതത്തിൽ വരും. നമ്മളെ കൊണ്ട് താങ്ങുന്നില്ല എന്ന് തോന്നും, ദൈവം എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്ന് വരും. എങ്കിൽ പോലും ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്ത ഓരോ നന്മകളും ദൈവം നമ്മളെ ഉയർത്തും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. ഓരോ ദിവസവും ദൈവം നടത്തുന്ന നന്മകളെ നമ്മൾ നന്ദിയോടെ സ്തുതിക്കാനായിട്ട് സ്തോത്രം ചെയ്യാനായിട്ട് ഇടയാക്കണം. കൃപയോടെ ജീവിക്കാൻ എല്ലാവരും ഒരു പ്രാവശ്യം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം Praise the Lord. Hallelujah. ശബ്ദത്തിന്റെ പ്രധാനം പങ്കുപെട്ട് നല്ല പാട്ടാലും സ്തുതിക്കാം. തൊണ്ണൂറ് സമയം അല്പസമയം ദൈവത്തെ പാടി പങ്കുപെടുത്താം. അധ്വാനിക്കാനും ഭാരശുദ്ധമായുള്ളവരെയും എല്ലാവരും അടുക്കുകയും അത് വചനം പറയുന്നു. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു സന്തോഷത്തോടെ എല്ലാ പ്രതികൂലങ്ങളും ഉണ്ടാകും ജീവിതത്തിൽ എല്ലാ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തത് തൊണ്ണൂറ് സമയം ദൈവത്തെ പാടി പങ്കുപെടുത്താം. എല്ലാവരും ചേർന്ന് കർത്താവിനെ അല്പസമയം ചേർന്ന് Hallelujah. Scripture, hallelujah.
അടച്ചിടുവാനുദീനം ചിറകളിൽ എന്റെ ദൈവമെല്ലാവരും മാനക്കെന്തത്തെ അടച്ചിടുവാനുദീനം ചിറകളിൽ ഏതകൾ ഭാരം നിത്യം ചുമക്കുന്നതാ ഏതുനേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുമേ ഏതകൾ ഭാരം നിത്യം ചുമക്കുന്നതാ ഏതുനേരത്തും ഞാൻ നിന്നെ സ്തുതിച്ചിടുമേ നാം പോലെ അഗ്നിച്ചിടാൻ നന്മയോരും Sabdo wa la vida
തുടർന്ന സമയം നമുക്ക് ദൈവത്തെ ചേർന്ന് പാടി പോകുന്നപ്പം നമ്മുടെ ആത്മാവ് നമ്മുടെ നടുവിൽ വിളിക്കുന്നത് വലിയ നമ്മുടെ മേൽ പങ്കെടുത്ത് നമുക്ക് ചേർന്ന് പാടി ബോധപ്പെടുത്താം. ഹല്ലേലൂയ. എല്ലാവരും കൈകളെ തട്ടി ചേർന്ന് കർത്താവ് രാജാതിരാജൻ മഹിമയോടെ വാഹനത്തിലെഴുന്നതാണ് നമ്മുടെ കർത്താവ് നിവേദനത്തിൽ നമുക്ക് നമ്മുടെ വെളിപ്പെടാൻ സമയമാണ്. ചേർന്ന് കർത്താവിനെ നമുക്ക് വിടുതാം. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഒരിക്കലും കർത്താവിനെ കരങ്ങളൊക്കെ കർത്താൻ മഹത്വപ്പെടുത്തിയ നമ്മൾ എത്രത്തോളം പാടുവാൻ പ്രവർത്തിക്കാൻ ദൈവം നല്ല പ്രകടപ്പെടുത്തി, നല്ല സംഗീതത്തിൽ തന്നു, നല്ല പാട്ടുകളെ തന്നു, നല്ല വചന സൃഷ്ടി തന്നു, നല്ല ആരാധന തന്നു. തുടർന്ന് ഇന്നത്തെ പ്രാർത്ഥന മീറ്റിംഗ് പ്രാർത്ഥന സമയത്ത് മുന്നോട്ട് ക്ഷണിച്ചോളൂ. നമ്മളെ പ്രാർത്ഥിക്കാൻ ദൈവയുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹം എല്ലാ ഓർത്തുകൊണ്ടും ദൈവത്തെ പ്രാർത്ഥിച്ചു. ഈ പ്രഭാതയാമത്തിൽ കർത്താവെ അവിടുത്തെ ആലയത്തിലേക്ക് കടന്നു വരാൻ നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചല്ലോ. നന്ദിയുടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്താവെ യൂട്യൂബിൽ നടക്കുവാൻ തക്കണം. ദൈവവഴിയാക്കി സ്തോത്രം. ആത്മാവിനെ നിറവോടെ പാടുവാനും പ്രാർത്ഥിക്കുവാനും കുഞ്ഞുങ്ങൾ കൊടുത്ത കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവെ വ്യാപരിച്ച ദൈവവിളിക്കായി സ്തോത്രം. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സർവ്വവും നിയന്ത്രിച്ച് നടത്തണമേ. കർത്താവിനെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ കർത്താവെ ശുശ്രൂഷ ചെയ്യുവാൻ ബലപ്പെടുത്തണമേ, ശക്തിയേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ പുതിയ അനുഭവങ്ങൾ നൽകി കർത്താവെ കർത്താവിനെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നാൽ നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം, കൃപയിൽ സൂക്ഷിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ